ഇവർ വിവാഹിതരായ സീരിയലിൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്യുതൻ്റെ മനസ്സിൽ തീ കോരിയിട്ട പോലെ ഭവാനിയുടെ വാക്കുകൾ കേട്ടതും അയാളാകെ ഭയന്നു പോവാ. ഈ നാട്ടിൽ നിന്നാൽ എൻ്റെ മകൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, അവളെ അവർ കൊല്ലും എന്ന് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ ഭവാനിക്ക് തീർച്ചയില്ല അഭിരാമി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന്. അച്യുതൻ അതെങ്ങാനും സൗഭാഗ്യപുരത്ത് വന്ന് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ അതോടെ തീരുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. അങ്ങനിരിക്കെ അച്യുതനിൽ നിന്ന് തന്നെ അവർ ആ രഹസ്യം മനസ്സിലാക്കാണ്. അച്യുതൻ്റെ കൂടെയുള്ള മകൾ ഭൂമി അത് അയാളുടെ മകൾ എന്ന കാര്യം 100% ഭവാനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അവളുടെ കഴുത്തിൽ പാരമ്പര്യഗത കിട്ടിയ ആ മാല കണ്ടതോടുകൂടെ ഭവാനിക്ക് തീർച്ചയാവാണ് അന്ന് അച്യുതൻ തന്നെ പറ്റിച്ചതാണ്. താൻ കൊടുത്ത പണവുമായിട്ട് ആ കുഞ്ഞുമായിട്ട് അയാൾ അവിടെ നിന്ന് കടന്നു കളഞ്ഞതാണ്. ആ കുഞ്ഞിനെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല എന്ന സത്യം. അങ്ങനെ ഭവാനി ഇതറിഞ്ഞതും ആകെപ്പാട് ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ട്. അങ്ങനെ ആ കൊട്ടേഷനായിട്ടുള്ള ആളെ കാണാൻ വേണ്ടി ഭവാനി പോവാ. അവൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അവൾ ഞങ്ങളുടെ കൺവെട്ടത്ത് തന്നെയുണ്ട്. എന്നാൽ അച്യുതൻ്റെ മകളായിട്ടാണ് ഇത്രയും കാലം വളർന്നത്. ഒരുപക്ഷെ അച്യുതന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അച്യുതൻ അധികം വൈകാതെ ഭൂമി എന്ന അഭിരാമിയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയും. തൻ്റെ സ്വന്തം മകളല്ലെന്നും നിൻ്റെ അച്ഛനെയും അമ്മയെയും കുറിച്ചൊക്കെ എല്ലാം പറയാനും സാധ്യതയുണ്ട്. അവൾ ഇനി ഈ ഭൂമുഖത്ത് വേണ്ട, അവളും വേണ്ട. അവളുടെ അച്ഛനെന്ന് പറഞ്ഞ് നടക്കുന്ന ആ അച്യുതനെയും നമ്മൾ തീർക്കണം. അങ്ങനെ ഇതെല്ലാം അച്യുതൻ മനസ്സിലാവുന്നുണ്ട്. തൻ്റെ മകൾക്ക് ഒരു കവചം പോലെ തൻ്റെ മകൾ പോകുന്നിടത്തെല്ലാം അച്യുതനും പോകുന്നുണ്ട്. അങ്ങനെ ഓരോ പ്രശ്നങ്ങളിൽ നിന്നും അഭിരാമിയെ രക്ഷിക്കുന്നുണ്ട് കേട്ടോ. അഭിരാമിയല്ല ഇപ്പോൾ ഭൂമിയായിട്ടാണ് എല്ലാവരുടെ മുമ്പിൽ നമുക്ക് ഭൂമിയാണല്ലോ പരിചയം. അങ്ങനെ വീണ്ടും ആ വീട്ടിലേക്ക് ഗുണ്ടകൾ കയറി വരികയാണ്. അച്യുതനും എല്ലാവരും നല്ല ഉറക്കമായിരിക്കും. ഈ സമയത്ത് ആ പുറത്തേക്ക് ശബ്ദം കേട്ടതും അച്യുതൻ നെട്ടി ഉണരുന്നുണ്ട്. പുറത്ത് വന്ന് നോക്കുമ്പോൾ 1-2 ഗുണ്ടകൾ അകത്ത് വാതിൽ തുറക്കാൻ വേണ്ടി ശ്രമിക്കാണ്. ഇനി താൻ താമസിച്ചിട്ട് കാര്യമില്ല, എല്ലാ സത്യങ്ങളും ഭൂമിയുടെ യഥാർത്ഥ അച്ഛനെ അറിയിക്കണം. സൗഭാഗ്യപുരത്തെ ആളുകളാണ് ഭവാനി. എന്തായാലും ആ കുടുംബത്തിൽ തന്നെയായിരിക്കാം ഭൂമിയുടെ അച്ഛനും ഉണ്ടായിട്ടുണ്ടാവുക. അവരുടെ ഏട്ടൻ്റെ മകളാണ് അന്ന് അഭിരാമി എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ സത്യൻ സാർ തന്നെയാണ് ഭൂമിയുടെ അച്ഛൻ, പോലീസ് ഓഫീസർ. താൻ എന്തിനു ഭയക്കണം? താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കുഞ്ഞിനെ കൊല്ലാനെന്ന് പറഞ്ഞ് ഭവാനി തൻ്റെ കയ്യിൽ ആ കുഞ്ഞിനെ ഏൽപ്പിച്ചെങ്കിലും ഞാൻ ആ കുഞ്ഞിനെ കൊന്നില്ലല്ലോ. ഞാൻ പൊന്നു പോലെ വളർത്തിയതല്ലേ ഉള്ളൂ. ആ അച്ഛന് മകളെ തിരികെ നൽകണം. അങ്ങനെ വീണ്ടും അത് ആലോചിച്ചതിന് അച്യുതൻ ഇങ്ങനെ ടെൻഷനായി നടക്കാട്ടോ. അച്ഛൻ്റെ ടെൻഷൻ്റെ കാരണം മനസ്സിലാവാതെ ഭൂമി അച്ഛൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി അച്ഛാ? അച്ഛന് മറ്റെന്തെങ്കിലും ടെൻഷനുണ്ടോ? ഇനിയിപ്പോൾ അച്ഛൻ രോഗത്തെക്കുറിച്ച് അറിഞ്ഞോ എന്നൊരു ഭയമായിരിക്കും അവൾക്ക്. എന്തിനാ മോളെ നീ ഉള്ളപ്പോൾ ഞാൻ ടെൻഷനാവുന്നത്? എനിക്കൊരു ടെൻഷനുമില്ല. അങ്ങനെ പഴയതുപോലെ അച്യുതൻ അവളടുത്ത് സംസാരിക്കാണ്. അതിനുശേഷം ഭൂമിയാണെങ്കിലോ അച്ഛൻ്റെ ഓപ്പറേഷന് വേണ്ടിയുള്ള പണം കണ്ടെത്താനായിട്ടുള്ള ഓട്ടത്തിലായിരിക്കും. എന്നാൽ തൻ്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ അച്യുതനും പെടാപ്പാട് പാടുന്നുണ്ടാവും അവളുടെ പുറകെ. ഓരോ സ്ഥലത്തേക്കും അവൾ പോലും അറിയാതെ അച്യുതൻ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷം ഗുണ്ടകൾ അവളെ കൊല്ലാനായിട്ട് വരുമെന്ന് അയാൾക്കറിയാം. എൻ്റെ ജീവൻ പോയാലും തൻ്റെ മകൾക്ക് ഒരാപത്തും വരാൻ പാടില്ല. അങ്ങനെ അച്യുതൻ എന്തെല്ലാം മനസ്സിലുറപ്പിച്ചു നേരെ സൗഭാഗ്യപുരത്തേക്ക് പോകുന്നുണ്ട്. സത്യൻ സാറിനെ കാണണം, സത്യങ്ങളെല്ലാം പറയണം. അങ്ങനെ പോകുന്ന സമയത്താണ് ഭവാനി അവിടെ വെച്ച് വീണ്ടും അച്യുതനെ കാണുന്നത്. അച്യുതൻ മാറി നിന്നെങ്കിലും ഭവാനിയുടെ ഗുണ്ടകൾ വന്ന് അയാളെ വളയുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് വേണ്ടത്? അച്യുതൻ പൊരുതി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അച്യുതൻ്റെ പുറകെ അവർ ഓടുകയാണ്. അങ്ങനെ അച്യുതൻ കുറേ ഓടി ഓരോ സ്ഥലങ്ങൾ ഒളിച്ചു നിൽക്കാൻ കേട്ടോ. ഇല്ല, മരിക്കുന്നതിന് മുമ്പേ അയാൾ എന്നെ കൊന്നാലും സത്യങ്ങളെല്ലാം സത്യം സാറിനെ അറിയിച്ചേ മതിയാവൂ. ഭവാനിയാണ് എല്ലാത്തിനും പിന്നിൽ. എന്നിട്ട് മരിച്ചാലും കുഴപ്പമില്ല, തൻ്റെ മകൾ സുരക്ഷിതമായിട്ട് ഒരിടത്തുണ്ടാവണം. അവൾക്ക് ഒരാപത്തും വരാൻ പാടില്ല. സ്വന്തം മകളെപ്പോലെ തന്നെയാണ് ഞാൻ അവളെ വളർത്തിയത്. ഈ നെഞ്ചിലെ സ്നേഹം നൽകി അവൾ എൻ്റെ കൺമുമ്പിൽ ഇല്ലാതാവുന്നത് തനിക്കത് സഹിക്കാനാവില്ല. അങ്ങനെ അച്യുതൻ നേരെ ഇരുട്ടായതിനു ശേഷമാണ് സത്യൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. സത്യൻ അയാളെ കണ്ടതും ആരാ? മുൻ പരിചയമില്ലല്ലോ. അന്ന് ഭൂമി എന്ന ആ പെൺകുട്ടിയുടെ കൂടെ ഇടയ്ക്ക് എപ്പോഴും കണ്ടൊരു ഓർമ്മയുണ്ട്. അതേ സാറേ, എനിക്ക് സാറിൻ്റെ അടുത്ത് ഒരു കാര്യം പറയണം. അതിനു വേണ്ടിയാണ് ഞാൻ വന്നത്. എന്താ നിങ്ങളുടെ പേര്? അച്യുതെന്ന പേര്. ഭൂമിയുടെ അച്ഛനാ. അങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും അത് ശരിയാവില്ല. ഭൂമിയുടെ വളർത്തച്ഛൻ.
ഭൂമിയുടെ വളർത്തച്ഛനും അവൾക്ക് അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ 100 നാവാണല്ലോ. അവളുടെ ഈ ലോകം എല്ലാം അച്ഛനാ. നിങ്ങളോട് എനിക്ക് അസൂയ പോലും തോന്നിയിട്ടുണ്ട് അവൾക്ക് നിങ്ങളോടുള്ള സ്നേഹം കണ്ടിട്ട്. അതെ സാറേ, അതൊക്കെ ശരി തന്നെ. പക്ഷേ അവൾ യഥാർത്ഥ അച്ഛനെയല്ലേ സ്നേഹിക്കേണ്ടത്? അവളുടെ യഥാർത്ഥ അച്ഛൻ ആരാ? അത് പറയുന്നതിന് മുമ്പേ മറ്റൊരു കാര്യം ഞാൻ പറയാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 22 വർഷങ്ങൾക്ക് മുമ്പ്, ഞാനൊരാളുടെ മരുന്ന് കമ്പനിയിലെ സ്ഥിരമായി ഓട്ടം പോകുന്ന ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്നു. അതായത് സത്യൻ സാറിൻ്റെ അനിയൻ സാഗർ സാറിൻ്റെ ഡ്രൈവർ. അത് കേട്ടതും സത്യൻ എന്തൊക്കെയോ ആലോചിച്ച് അച്യുതനോട് റൂമിലേക്ക് കയറാൻ പറയാണ്. താനിങ്ങോട്ട് വന്നത് ആരെങ്കിലും കണ്ടോ? ഇല്ല സാറേ, എന്നെ എല്ലാവരും കൂടെ ഓടിക്കല്ലേ, എന്നെ കൊല്ലാനായിട്ട്. അതെന്തിനാ തന്നെ കൊല്ലുന്നത്? സാറ്, ഞാനീ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ സാറിന് മനസ്സിലാവും അവരെന്തിനാ എന്നെ കൊല്ലാനായിട്ട് എൻ്റെ കൂടെ വന്നതെന്ന്. അങ്ങനെ അവിടെ വെച്ച് അച്യുതൻ പറയുന്നുണ്ട്, ഭൂമി എൻ്റെ മകളല്ല, ഭൂമി എനിക്ക് തന്ന വരദാനമാണ്. അതുകൊണ്ടാണ് ഭൂമി എന്ന പേര് അവൾക്ക് ഞാൻ ഇട്ടത്. അവൾക്കൊരു 3 വയസ്സാകുന്ന സമയത്താണ് എൻ്റെ കയ്യിൽ ഭവാനി ആ കുഞ്ഞിനെ ഏൽപ്പിച്ച് ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് തന്നത്. 15 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുകയും ചെയ്തു. ആ കുഞ്ഞിനെ കണ്ടിട്ട് എനിക്ക് കൊല്ലാൻ തോന്നിയില്ല. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു. നിർബന്ധിച്ച ആ കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ചത്. മറ്റാരുടെ കയ്യിൽ കൊടുത്താലും ആ കുഞ്ഞിനെ അവർ കൊല്ലുകളയുമെന്ന് ഉറപ്പുണ്ടായതുകൊണ്ട് ഞാൻ നിരസിച്ചില്ല. എൻ്റെ ടാക്സിയിൽ അവളെ കൊണ്ടുവന്നു. ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഭവാനിക്ക് അയച്ചു തന്നു ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന്. എന്നിട്ട് എൻ്റെ മകളെയും കൊണ്ട് ഞാൻ ഈ നാട്ടിലേക്ക് വന്നു. ഇവിടെ ഭവാനിയുടെ നാടോ തറവാടും സാഗർ സാറിൻ്റെ തറവാടാണെന്നും അറിഞ്ഞുകൊണ്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. 22 വർഷം അവൾ എൻ്റെ മകളായിട്ട് എൻ്റെ നെഞ്ചിൽ കിടന്ന് വളർന്നു. ഞാൻ അവൾക്ക് അച്ഛനും അവൾ എനിക്ക് മകളും തന്നെയാണ്. അവൾക്ക് അറിയില്ല ഞാൻ അവളുടെ അച്ഛനും ഞങ്ങളുടെ അമ്മയുമാണെന്ന കാര്യം. അവൾ അമ്മയും അല്ല എന്ന കാര്യം അവൾക്ക് അറിയില്ല. ഞങ്ങളുടെ മകളായി, നല്ല മകളായിട്ട് തന്നെ അവൾ വളർന്നത്. പക്ഷേ ഇപ്പോൾ അവളുടെ പിന്നാലെ ശത്രുക്കളുണ്ട്. അവൾ സാറിൻ്റെ മകളാണ് ഭൂമി. അഭിരാമി എന്ന നിങ്ങളുടെ മകളാണ് ഭൂമിയായിട്ട് ഇപ്പോൾ ഉള്ളത്. അവളുടെ പേര് മാറ്റിയതും എല്ലാം ശത്രുക്കളുടെ കണ്ണിൽ നിന്ന് മറക്കാനാണ്. ഇപ്പതേ ഭവാനി കണ്ടെത്തി കഴിഞ്ഞു എൻ്റെ കൂടെ വളരുന്നത് ഇവിടുത്തെ കുഞ്ഞാണെന്ന കാര്യം. അവളെ കൊല്ലാനായിട്ട് അവൾ പല തവണയായി ആളുകളെ അയക്കുന്നു. ഇനി എനിക്ക് അവളെ രക്ഷിക്കാനാവില്ല സാറേ. സാറിൻ്റെ മകളാ ഭൂമി, അവളെ രക്ഷിക്കണം. അവളെ ഒരു കൊലയാളിക്കും വിട്ടുകൊടുക്കരുത്. ഇതെല്ലാം കേട്ട സത്യനാകെ നട്ടിലോടെ നിൽക്കുക. അവളെ കാണുമ്പോഴെല്ലാം തൻ്റെ കുഞ്ഞ് അഭിരാമിയെ തനിക്ക് ഓർമ്മ വരുന്നതും അവളെപ്പോലെ തോന്നുന്നതും ചുമ്മാതായിരുന്നില്ല എന്ന് സത്യം തിരിച്ചറിയായിരുന്നു. ദയവായിട്ട് സാറ് എൻ്റെ മകളെ രക്ഷിക്കണം. സാറിൻ്റെ മകളാ ഭൂമി. അവളെ ഒരിക്കലും കൊലയാളികൾക്ക് വിട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞ് യാചിക്കണം. എൻ്റെ മകളാ അവളെ ഞാൻ എങ്ങനെയെങ്കിലും അറിഞ്ഞ് കൊലയാളികൾക്ക് വിട്ടുകൊടുക്കുമോ? അവളെ അന്വേഷിക്കാത്ത സ്ഥലമില്ല. 22 വർഷക്കാലം എൻ്റെ മകൾക്കും ഭാര്യയ്ക്കും വേണ്ടി ഞാൻ കാത്തിരുന്നത്. അച്യുതൻ എപ്പോഴെങ്കിലും ഇത് പറയാനുള്ള മനസ്സുണ്ടായല്ലോ സാറേ. എനിക്കറിയില്ലായിരുന്നു സാറിൻ്റെ മകളാണ് ഭൂമി എന്ന കാര്യം. ഇവിടെ വന്നപ്പോൾ ഭവാനിയെ കണ്ടതിന് ശേഷം എനിക്ക് സത്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടത്. സാറിൻ്റെ മകളാണെന്നും സാറ് ഓരോ നിമിഷവും കണ്ണിൽ എണ്ണയൊഴിച്ചാണ് കാത്തിരിക്കുന്ന കാര്യവും എനിക്ക് ഇപ്പോഴറിയത്. എന്തായാലും അച്യുതൻ വിഷമിക്കേണ്ട. ഇത്രയും കാലം എൻ്റെ മകളെ സംരക്ഷിച്ചില്ലേ, ഇനിയും അവൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അവളെ ആർക്കും തൊടാൻ പോലും കഴിയില്ല. എനിക്കറിയാം ഇനി എന്ത് ചെയ്യണമെന്ന്. എന്തിനാണോ അവളെ എന്നിൽ നിന്ന് അകറ്റിയത് അതുതന്നെ ഇവിടെ നടന്നിരിക്കും. ഭവാനിക്ക് മാപ്പില്ല. അങ്ങനെ പിറ്റേ ദിവസവും ഭൂമി ഇവിടേക്ക് വരുമ്പോൾ സത്യൻ അവളെ കണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന ആഗ്രഹമുണ്ട്. എന്നാൽ ഭൂമിയെ താൻ വല്ലാതെ വാത്സല്യം കാണിച്ചാൽ ഭവാനി വെറുതെ ഇരിക്കില്ല. സത്യം എനിക്കും മനസ്സിലാക്കിയാൽ അവളെ ഏത് വിധത്തിലും അവൾ തീർക്കാൻ വേണ്ടി നോക്കും. അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് അടങ്ങി നിൽക്കുന്ന നല്ലതെന്ന് സത്യം തന്നെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ വരുന്ന കേട്ടോ ആ ഒരു മാലയുമായിട്ടാണ് അച്യുതൻ അവളുടെ കഴുത്തിലുണ്ടായിരുന്ന പാരമ്പര്യത്തിലുള്ള ആ മാല ഊരി വാങ്ങിയിരുന്നു. എന്നിട്ട് അച്യുതൻ പറയുന്നുണ്ട്, മോളിത് അണിഞ്ഞു നടക്കേണ്ട. ആ മാല ഇട്ട് അണിഞ്ഞു നടക്കുമ്പോൾ അവളെ തിരിച്ചറിയുമോ എന്ന ഭയമായിരുന്നു. ഈ മാല അണിഞ്ഞാൽ ഇനിയിപ്പോൾ അവളെ തിരിച്ചറിയുമോ എന്ന ഭയം കൊണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് പറയുന്നുണ്ട്, ഒത്തിരി ഇഷ്ടപ്പെട്ട ആ മാലയെ ഭൂമിയെ കൊണ്ട് അഴിപ്പിക്കാനായിട്ട് ഭൂമിയോട് പറയും, ഇത് മോൾക്ക് അർഹതപ്പെട്ടതല്ല, ഇത് മോളുടേതല്ല, ഇതെനിക്ക് വയലിൽ നിന്ന് കിട്ടിയതാ, സൗഭാഗ്യപുരത്തുള്ളവരുടേതാണ്, ഇത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. അങ്ങനെയും പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. അങ്ങനെ അതുമായിട്ട് ഭൂമി ആ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഇതെൻ്റെ അച്ഛന് വയ്യുയർന്ന് വീണ് കിട്ടിയതാണെന്ന് പറഞ്ഞ് അവർക്ക് നൽകുമ്പോൾ എടി കള്ളി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് ഭവാനി അവളുടെ കവിളത്തടിക്കാണ്. എന്നാൽ അവളെ കവിളത്തടിക്കും മുമ്പേ ഭവാനിയുടെ കവിൾ
കെട്ടിപ്പിടിച്ച് മാറ്റുന്നുണ്ട്. അവളെ തൊട്ടുപോകരുതെന്ന് സത്യം പറയുന്നുണ്ട്. ഇവളെ അടിക്കാം നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? എല്ലാ ചതിക്കു പിന്നിലും നീ ഒറ്റൊരുത്തിയ കാരണം. എൻ്റെ മകളെ തൊട്ടാലുണ്ടല്ലോ നീ വിവരം അറിയും. സത്യൻ്റെ മറ്റൊരു മുഖമുണ്ട്. എല്ലാവരും ആകെ ഭയന്ന് നിൽക്കാട്ടോ. അങ്ങനെ സത്യനെ കെട്ടിപ്പിടിച്ച് ഭൂമി കരയുന്നുണ്ട്. എൻ്റെ അജയ്ക്ക് ചേർന്ന പെണ്ണ് എൻ്റെ മകൾ അഭിരാമിയാണ്, അല്ലാതെ അഞ്ജനയല്ല. അങ്ങനെ അവിടെ വെച്ച് തന്നെ അഞ്ജനയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അജയും ഭൂമിയുള്ള ഒരു കരാർ മാരേജ് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതിനെല്ലാം അച്യുതനെ ഇങ്ങനെ ഗുണ്ടകൾ ഓടിക്കുമ്പോൾ ആ ഒരു സമയത്ത് അച്യുതൻ മരിക്കുകയും ചെയ്യുന്നുണ്ട്. അച്യുതൻ്റെ മരണത്തോടു കൂടെ ഭൂമി തകർന്നു പോവാണ്. തൻ്റെ അച്ഛൻ്റെ ഓപ്പറേഷന് വേണ്ടി പണം കണ്ടെത്തുന്നതിനിടയിൽ ഏകദേശം അതെല്ലാം റെഡിയായി വന്നപ്പോഴാണ് അച്ഛൻ്റെ മരണം കൊണ്ടുപോകുന്നത്. അതാണെങ്കിലോ അവൾക്കൊട്ടും സഹിക്കാനും വയ്യ. അങ്ങനെ ചങ്കുപിടിഞ്ഞ് നിൽക്കുക. അവൾക്ക് ജീവിതമാർഗമായ അവളുടെ ആ ഷോപ്പും ഭവാനിയുടെ ഗുണ്ടകൾ വന്ന് അഞ്ജനയും കൂടെ ചേർന്നിട്ട് തന്നെ അത് കത്തിച്ച് കളയുന്നുണ്ട്. അവളുടെ ആ ഒരു ടീ ഷോപ്പ് വീണ്ടും സൂര്യൻ തന്നെയാണ് കേട്ടോ. സൂര്യനും അജയും